സർക്കാരിനെതിരെ കോൺഗ്രസ് നേതാവ് ആറന്മുളയിലെ ജനങ്ങൾക്ക് സർക്കാരിന്റെ ഒരു സഹായവും ലഭിക്കുന്നില്ലെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെള്ളമോ ആഹാരമോ ലഭിക്കുന്നില്ലെന്നുമാണ് പരാതി. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോലും കുടിവെള്ളമില്ല. പല ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടു, ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് അലക്സ് എം ജോർജ് വിമർശിച്ചു. വെള്ളത്താൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് കെട്ടിനോ അല്ല മറ്റൊരു അടിയന്തര എന്തെങ്കിലും ആവശ്യത്തിനോ വെളിയിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്കറിയാം, ക്യാമ്പിലോട്ടായാലും ഇതുവരെ ഒരു സാധനം പോലും ഇവിടെ എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് വളരെ ദയനീയം. ഒരു കുടിവെള്ളം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. 5 ദിവസമായിട്ട് ഈ വാർഡിലെ കറണ്ടില്ല. വളരെ ദുരിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. അധികാരികൾ അത് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹായം എത്തിക്കാനുള്ള ഒരു സഹായം. എം മനോജാണ് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. മനോജ്, തുടക്കം മുതൽ തന്നെ വിമർശനങ്ങൾ ശക്തമായി തന്നെ വരുന്നുണ്ട്. ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല എന്നുള്ള വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായി വന്നതാണ്. ഇപ്പോൾ ഇതാ കൂടെയുള്ള ഒരാൾ തന്നെ, കോൺഗ്രസിലെ ഒരു പ്രതിനിധി തന്നെ ശക്തമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ആര്യശ്രീ, ആറന്മുള നീർവിളാകത്താണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നത്. അത് മറ്റാരുമല്ല, പ്രാദേശിക കോൺഗ്രസ് നേതാവായിട്ടുള്ള അലക്സ് തന്നെയാണ് ഇക്കാര്യം വീഡിയോയിലൂടെ പറയുന്നത്. അതായത് അടിസ്ഥാന സൗകര്യങ്ങളില്ല, അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് വെള്ളം എത്തിക്കുന്നില്ല, മറ്റ് അത്യാവശ്യ സംവിധാനങ്ങൾ ഇവിടേക്ക് അധികൃതർ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് തുറന്നടിച്ച് പറയുന്നത്. ഇതിൽ തന്നെ സന്നദ്ധ സംഘടനകളാണ് അവർക്ക് നിലവിലിപ്പോൾ ആശ്രയമായിട്ടുള്ളത്. എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞാണ് ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യം മുഖ്യമന്ത്രി അടക്കം വന്നപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അതിനൊക്കെ ഉരുണ്ടുകളിച്ചുള്ള മറുപടിയാണ് നൽകിയത്. എന്നാൽ പോലും അത് പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് മടങ്ങിയത്. പക്ഷേ നിലവിലിപ്പോൾ ആ ക്യാമ്പിലുള്ള ആളുകൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ക്യാമ്പുകളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല, ഭക്ഷണ പദാർത്ഥങ്ങൾ, അതോടൊപ്പം തന്നെ വെള്ളം. ഇതൊക്കെ ഒരു മനുഷ്യന് സാധാരണയായി അത്യാവശ്യമായി വേണ്ടതാണ്. പക്ഷേ ഈ ക്യാമ്പുകളിൽ കൊണ്ടിട്ടിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല. ആ ഭരണ സംവിധാനത്തിന് വലിയ ഇത്തരത്തിൽ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. അത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെയാണ് ഈ ഭരണകക്ഷിക്ക് നേരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക. മനോജ്, ഇവിടെ ഏറ്റവും പ്രധാനമായി ചോദിക്കേണ്ടത്, ഈ ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ആറന്മുള, കോന്നി മേഖലകളൊക്കെ തന്നെ ഏറെ പ്രശ്നബാധിത പ്രദേശങ്ങളാണ്. മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശനം നടത്തിയ ഇടമാണ്. എന്നിട്ടും ഈ ഒരു കെടുകാര്യസ്ഥത വരുന്നതിൽ എന്ത് ആണ് അവർ നൽകുന്ന വിശദീകരണം, അല്ലെങ്കിൽ എന്താണ് അധികൃതരുടെ ഇതിലുള്ള മറുപടി? അതായത് ഈ 150 ആളുകളിൽ കൂടുതലുള്ള ക്യാമ്പുകളെ രണ്ടാക്കുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത്. എങ്കിൽ പോലും ആളുകൾ കുറവായിരുന്നിട്ട് പോലും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യാൻ ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യങ്ങളിലൂടെ മനസ്സിലാകുന്നത്. സ്വാഭാവികമായും ഒരു കോൺഗ്രസ് പ്രവർത്തകനും അങ്ങനെ സ്വന്തം ഭരണകക്ഷി ഇരിക്കുന്ന സമയത്ത് ഇതിനെതിരെ കുറ്റം പറയുകയും വരില്ല. വെറുതെ ആരും അങ്ങനെ പറയാറില്ല. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാകും, അത്രയധികം ദുരിതം അവർ അവിടെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയം മറന്നുകൊണ്ട് അക്കാര്യം പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിന് അടിയന്തരമായി ഒരു പരിഹാരം വേണമെന്നതാണ് ആവശ്യം. എത്രയും വേഗം തന്നെ ഇക്കാര്യം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ വിമർശനം ഉയർത്തിയിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. എന്തായാലും ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് വരുന്നത്. അത് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. എം മനോജാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.